നീയൊക്കെ പറഞ്ഞ എന്റെ ഫ്രസ്ട്രേഷനും എന്റെ ഹ്യൂമിലിയേഷനും ഒക്കെ നീ എന്താന്ന് ഇപ്പൊ കണ്ടോ? ഇത് കണ്ടിട്ട് പോണം. ഇത് കണ്ടിട്ട് ഈ സിറ്റുവേഷനിൽ പറയുന്ന ഒരാളുടെ ഞാൻ എതിര് പറയത്തില്ല. ഇപ്പൊ കണ്ടോ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ കാണിച്ചു തരാം. എനിക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളെ പറ്റി പറഞ്ഞതിന്റെ ഫ്രസ്ട്രേഷൻ എന്താന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നിനക്കൊക്കെ. നീ ഇത് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. മിണ്ടായിരുന്നാ കണ്ടി വാ തുറക്കടാ കണ്ടി. നീ എന്താ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞേ? മലയാളം മുണ്ടൂറ കണ്ടി നിന്റെ നീ അപ്പാപ്പനെ കൊണ്ട് കുനിച്ചു നിർത്തുവന്നോ? നീ എന്താടാ വിചാരിച്ച MRC പോലെ മറ്റേ മണ്ണാളോ ഇവിടെ ഉള്ളതെന്നോ? കുഞ്ഞിക്കടാ എടാ ഇവനെ ഏടാ കുനിച്ചു നിർത്താൻ അപ്പാപ്പനെ കൊണ്ടുവന്നാ അങ്ങോട്ട്. അപ്പാപ്പനെ കൊണ്ടുവന്നോട് നിൽക്കാം. നീ ഒന്ന് കുനിഞ്ഞടാ. നിന്റെ വായ്ത്താളൊക്കെ നീ വേറെ എവിടെയും മതി കേട്ടാ, നമ്മടുത്ത് വേണ്ട നിന്റെ വായ്ത്താളം ഒന്നും. മനസ്സിലായല്ലോ നിന്റെ? നീ അപ്പാപ്പനെ പേരും കോപ്പി അടിച്ചിട്ട് കുനിയടാ. നിനക്ക് സ്പെല്ലിംഗ് എന്തുകൊണ്ടാ? കുനിയടാ നീ അങ്ങോട്ട്. അങ്ങോട്ട് നിൽക്കാൻ അതുകൊണ്ടാണല്ലോ ബാക്കി എല്ലാരും മിണ്ടായിരുന്നു. എടാ നീ ആ കുനിഞ്ഞു നിന്നോണ്ട് നീ ഒന്ന് പറഞ്ഞേ. സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറയടാ. നിന്റെ വാ പോയോ? പറ സോറി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാന്ന് പറ. സോറി TV അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയി. അങ്ങനെ അതിനൊരു സുഖം കിട്ടിയില്ല. കുറച്ചും കൂടെ ഇതായിട്ട് പറ. സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഞാൻ അറിയാതെ സംസാരിച്ചു പോയതാ എന്നൊന്ന് പറ. നീ ഒരു മിനിറ്റ് കുനിഞ്ഞിരിക്കുവാണേലും നിന്റെ മെസ്സേജ് വേണ്ട. നീ ഒരു മിനിറ്റ് ഒരു അപ്പോളജി പറഞ്ഞേ. കേക്കട്ടെ. TV കണക്ട് 79. പിന്നെ ഈ അച്ഛയെ ഞങ്ങൾ കുറിച്ച് നിർത്തിയിട്ട് നമ്മൾ കണക്ട് ചെയ്യാം. അല്ലടാ ഇട്ടേരാ. താല്പര്യം ഇല്ലടാ. നിന്റെ ഹോസ്റ്റേജിനെ ഇതാക്കിയിട്ടാന്ന് പറ അവന്റെ അടുത്ത്. പറയടാ ഒരു മിനിറ്റ് അപ്പോളജി പറയടാ. എന്തോ ഒരു മിനിറ്റ് അപ്പോളജി. ഒരു മിനിറ്റ് നീ അപ്പാപ്പന്റെ അടുത്ത് അപ്പോളജി പറഞ്ഞു. നീ ചെയ്ത തെറ്റ് അത്ര നേരം നീ നിർത്താതെ സംസാരിക്കണം. നീ സംസാരിക്കും. മനസ്സിലായില്ലടാ കണ്ടി നിനക്ക്. ഏടാ കണ്ടി ഒരു മിനിറ്റ് കാല് പിടിച്ച് കര നീ ഇരുന്നിട്ട് നീ ഒന്ന് പറഞ്ഞ കേക്കട്ടെ. പറ എന്ത് പറയണ്ടേ? സോറി അപ്പാപ്പ TV ആണെന്ന് അറിഞ്ഞില്ല, ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല. സോറി എന്നൊന്ന് പറഞ്ഞേ കേക്കട്ടെ. അല്ലല്ല അങ്ങനല്ല, ഞാൻ മൊത്തം പറയടാ. ഞാൻ പറഞ്ഞത് പറഞ്ഞോണ്ടിരുന്നീ. സോറി അപ്പാപ്പ ഇനി ഒരിക്കലും ആവർത്തിക്കത്തില്ല, TV ആണെന്ന് അറിഞ്ഞില്ല, ഇത് പറഞ്ഞോണ്ടിരുന്നീ. ഞാൻ നിർത്താൻ നേരം പറയാൻ നിന്റെ അടുത്ത് പറ.
അവിടെ പറയട്ടെ ഉണ്ടായി ഗൈസ് ഈ മെസ്സേജ് ഒക്കെ ഉണ്ടല്ലോ ഇത്ര ഹ്യൂമിലിയേഷൻ ചെയ്യുന്നതിനകത്ത് ഈ പുള്ളി ഇപ്പൊ ഇത് പറഞ്ഞതൊക്കെ നാളെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് എൻജോയ് ചെയ്യും. അത്രയും ബുദ്ധിയുള്ള അവർക്ക്, മനസ്സിലായ? ഇവർക്ക് അത്രയും ബുദ്ധിയുള്ളൂ. നിന്റെ മറ്റേ അണ്ണന് ചേക്കണ്ണനൊക്കെ വരുമ്പോഴത്തേക്ക് വായിട്ട് അലച്ചാൽ മതി, മനസ്സിലായോ? ഇതുപോലെ അല്ല ഇനി ഒരു വട്ടോടെ ഇവ ഫിയർ കാണിച്ചില്ല വലിച്ചു കൊടുക്കാം കേട്ടോ ഇവനെ. പിന്നെ പിന്നെ ഇനി ഒരു വട്ടോടെ അയ്യോ പറയുമ്പോ സംസാരിക്കാൻ നീ ആരാ? നീ ആരാ? നീ മറ്റേ രാജാവ് കളിക്കുന്ന നീ പട്ടി തീട്ട നീ ഒന്ന് പറഞ്ഞാ പോരെ, ഇതൊക്കെ കേൾക്കേണ്ട നീ ഒരു മിനിറ്റ് ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ പറ. നീ പറഞ്ഞ പോലെ ഒരു അക്ഷരം തെറ്റാതെ പറയാ. നിനക്ക് പറ്റിപ്പോയതാ അറിയാതെ പറ്റിപ്പോയതാ. എങ്ങനെ പറയട്ടെ? ഒരു മിനിറ്റ് നീ പറ, ഞാൻ നിർത്താറാകുമ്പോ ഞാൻ പറയാം. പറടാ, സ്റ്റാർട്ട് ചെയ്തോ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. സോറി ടി വി അപ്പാപ്പ അറിയാതെ പറ്റിപ്പോയതാ. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ടെന്നാ. എടാ നീ ഇനി മക്കളെ മതി എന്ന് പറഞ്ഞേ. മക്കളെ മതി, ആ ഒരു ഫീല് പറഞ്ഞേ. മതി അത് പറഞ്ഞു. മതി മക്കളെ മതി മതി. ഒരാൾ മര്യാദക്ക് സംസാരിക്കാൻ വിളിക്കുന്ന സമയത്ത് മര്യാദക്ക് സംസാരിക്കണം. ഇനി മനസ്സിലായ? കേട്ടല്ലോ അതിന് ആ മര്യാദ കിടക്ക് നിന്റെ സംസാരിക്കുന്ന രീതിയിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കരുത്, മനസ്സിലായോ? ബാക്കിയുള്ളവന്മാർ നിന്റെ വീട്ടില് നിന്റെ ഷെയ്ക്കിനോടൊക്കെ സംസാരിക്കുന്ന പോലെ നമ്മോട് സംസാരിക്കരുത്, മനസ്സിലായോ? അതൊക്കെ നിന്റെ ഗ്യാങ് ഹൗസില് പുറത്ത് വന്ന ഇതുപോലെ വന്ന് ഇങ്ങനെ മുട്ടയിലിരിക്കും. നീ മുട്ടയിലിരിക്കുന്നു ഇങ്ങനെ. അതൊക്കെ നിന്റെ വീട്ടിൽ വിളിക്കുക. നീ ഫോൺ വിളിച്ചിട്ടോ പുള്ളി നീയൊക്കെ കണ്ടോ ശരിക്കുള്ള എന്റെ ഫ്രസ്ട്രേഷൻ? കണ്ടോ? ഇപ്പൊ അങ്ങ് വിളിക്കണല്ലോ. എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിട്ട് ആദ്യമായിട്ടാണ് ഒരു സിറ്റുവേഷൻ അല്ലേ? അപ്പാപ്പനെ തൊട്ടിട്ടൊന്നുമേ ഇവിടെ ഒരുത്തനും വിലസി നടക്കത്തില്ല, മനസ്സിലായ? ഇവിടെ നമ്മള് വേണ്ടാന്ന് പറഞ്ഞ് നമ്മള് പോയതാ. അപ്പാപ്പനെ അത് പറഞ്ഞുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ ഞാൻ അത് വിടൂലായിരുന്നു. മറ്റേ ടർഫ് ഓപ്ഷൻ പോലും വേണ്ടാന്ന് വെച്ചനെ ആ സമയത്ത് അറിഞ്ഞിരുന്നെങ്കിൽ. എന്ത് ടർഫ് ഓപ്ഷൻ? അവനൊന്നും നിങ്ങളെ പറഞ്ഞിട്ട് പോകണ്ട ഇവിടുന്ന്. ഞാനും അറിഞ്ഞില്ല, ഞാനും കേട്ടില്ലത്. അവന്റെ വർത്താനോടാ. അവൻ കേറി എവിടെ കേറി കളിക്കണം അവൻ. നല്ല കുറച്ച് കിട്ടിയ കഴിഞ്ഞില്ലേ? കാർല വിളിച്ചിട്ടുണ്ട്, ഒരു റൗണ്ട് പൊട്ടിച്ചേണ്ടൊന്ന് പറയുമോ? അവർക്കൊന്ന് പൊട്ടിക്കാനാണോ? അപ്പാപ്പനെ തൊട്ട നിങ്ങളുടെ അപ്പാപ്പ മാത്രമല്ലല്ലോ ഞങ്ങളുടെ അപ്പാപ്പനോടല്ലേന്ന് എന്റെ അടുത്ത് പറഞ്ഞ കാർലോ. അവനെ ഗ്യാങ്സിൽ കൊണ്ടുപോകാം, അവനൊന്നും അവിടെ കണ്ടിട്ട് പോട്ടെ. ടൈമുണ്ടോ? ആരവൻ കൊണക്കണോ? ചോട്ടാബിന്റെ മൊട്ട നിന്നെ കൊണ്ട് കടിപ്പിക്കും, മനസ്സിലായോ? ചോട്ടാബിന്റെ മൊട്ട അഡ്മിൻസ് രണ്ടോട്ടല്ലേ ഇവനൊന്ന് വലിച്ചു കൊടുത്തേ. ഫിയറിലൊന്ന് വലിച്ചു കൊടുത്തേ.
അല്ലേ ഇനിയെ മക്കളെ കേട്ടോ, മക്കളെ ചന്തി നോക്കി 2 പേട MRCക്ക് വേണ്ടി കുറയ്ക്കാൻ എന്റെ DM-ൽ വരുന്നവന്മാർക്കും ബാക്കിയുള്ളവന്മാർക്കും ഇത് കണ്ട, ഇതാണ് നിന്റെയൊക്കെ അണ്ണന്മാരുടെ കഴിവ്. കണ്ട, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ. ബ്രോ ഒന്ന് വരുമോ? കണ്ണാപ്പി അവന്റെ കയ്യും കാര്യം കണ്ടോ, കറക്റ്റ് നാടൻപെട്ടി ജ്യൂസ്. നമ്മുടെ 8 പേരെല്ലാം അടിക്കാൻ പറ്റുള്ളൂ ഈ കണ്ടികൾക്ക്. 28 ഫുഡും കൊടുക്കണേ, അല്ലെങ്കിൽ അറിയാണ്ട് അടിച്ചിട്ട് ആരും അടിക്കില്ല. അവന്റെ ലൈഫ് പോയിട്ടുണ്ട്. ഹീലിങ്സ് കൊടുക്കണേ, ഹീലിങ്സും ഫുഡും. നമ്മുടെ 2 പേര് ടീം കില്ലാടാ. നീലിനെ നമ്മുടെ ആൾക്കാർ തന്നെ വണ്ടി ഇടിച്ചത് എന്തോ ആണ്. അവന്റെ അടുത്ത് ഹീൽ ചെയ്യാൻ പറയും. ഇത് നല്ലൊരു തുടക്കമായിരിക്കും നിനക്ക്. നീ ഇവിടുന്ന് കഴുകി തുടങ്ങും. ഇതിനു മുമ്പ് ഒരുത്തം കഴിയാൻ എന്തായാലും വില്ലിപ്പം. അതുപോലെ നിനക്കും അങ്ങനെ തന്നെ ഒരു ഗതി വരട്ടെ എന്ന് നമുക്ക് ആലോചിക്കാം. നീ കഴുകി തുടങ്ങും. ആ ക്ലീൻ അടി, കഴുകി തുടങ്ങും. ചരിത്രം ആവർത്തിക്കുകയാണല്ലോ വൈത്തി. കാണുന്നില്ല, കക്കൂസിന് അവനെ കണ്ടിട്ട് ട്രാൻസ്പെറന്റ് ആവും. കക്കൂസിന്റെ കളർ അവന്റെ ഡ്രസ്സിന്റെ കളർ ഒരേപോലെയാണല്ലോടാ. അവന് ചന്ദ്രന് വയ്യാൻ തോന്നുന്നു. പനിയാണ് അവന് വയ്യ. 1 day ബ്രോ, 1 ഡേയോ 1 ഇയറോ എന്ത് വേണേ എടുത്തോ. മര്യാദയ്ക്ക് കാണാൻ മര്യാദയ്ക്ക്. ഞങ്ങൾ ആ സിറ്റുവേഷൻ ഓക്കെ. എൻ്റെ അടുത്ത് ഞാൻ പുള്ളി ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും കോണ പറഞ്ഞോ? ഞാൻ ഒരു കോണയും പറഞ്ഞില്ല. അപ്പാപ്പൻ തിരിച്ചു വിളിച്ചപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് കുനിഞ്ഞിരിക്കാനൊക്കെ പറയുന്ന എന്ത് മാനസാ? അതാണോ മര്യാദ? പുള്ളി എന്നിട്ടും അത് കോമഡി ആക്കി കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചു. ആ POV ഒന്ന് കണ്ടു നോക്കിയേ. എന്നിട്ട് ഇനി പുതിയ ന്യായീകരണം പറയല്ലേ നമ്മളോട്. പുള്ളി എൻ്റെ അടുത്ത് സിറ്റുവേഷൻ ഡ്രോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും മെസ്സ് അടിച്ചോ പുള്ളിയോട്? ഒന്നും അടിച്ചില്ല. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. മിണ്ടാതെ ഫോൺ കട്ട് ചെയ്ത് പോയതാണ്. പക്ഷേ അപ്പോഴത്തേക്കിന് അപ്പാപ്പൻ വിളിച്ചപ്പോഴത്തേക്കിന് പുള്ളിക്ക് ഭയങ്കര പ്രശ്നം പറ്റുന്നില്ല. പുള്ളിക്ക് ഞാൻ മറ്റേ MRC ഒപ്പോപ്പറാണോ ഇതൊക്കെ പറഞ്ഞ് പുള്ളി എന്തൊക്കെയോ പറഞ്ഞ്, മനസ്സിലായോ? ഞാനിത് കേൾക്കാൻ പോലും സമ്മതിച്ചില്ല. എൻ്റെ അടുത്തുനിന്ന് ഫോണാണ് പുള്ളി എടുത്തോണ്ട് പോവുകയും ചെയ്ത്. ഞാൻ തിരിച്ചൊരു കൊണ പറഞ്ഞത് പുള്ളി കേട്ടതുമില്ല. അത് കഴിയല്ലേ? ആ പറയടാ. ഇനീഷ്യൽ 30 മിനിറ്റ്സിലുള്ള നമ്മളുടെ സംസാരിക്കണം, കോണ്ടാക്ട് ചെയ്യണം. അവന്മാരുടെ അടുത്തോ? നമ്മൾ ചെയ്യണം. അതിപ്പോ സമയം അവര് കോണ്ടാക്ട് ഇട്ടായിരുന്നപ്പാ. നമ്മളെ പറഞ്ഞ ഹോസ്പിറ്റൽസ് കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. ആ ഒരു ഇതിനകത്ത് പറഞ്ഞു ഇട്ടോ ഏതെല്ലാം റേഡിയോ പറഞ്ഞു. അത് നമ്മളെ കൊണ്ട് മാത്രം. ഇല്ല, കേക്കാവോ? ബ്ലാക്കില് മാസില് എഴുതിയ വണ്ടിയാണ്. അതാണ് ആ ഒരു നമ്മളെ ഇപ്പോഴത്തെ 4x4 അവരുടെ 4x4. ഈ ആന്റി ഹൈവേ ഓടിച്ചാൽ കിട്ടുമോ? അത്ര അപ്പൊ ഈ വണ്ടി എടാ റേഡിയോ 83 അല്ലടാ? നമ്മുടെ റേഡിയോ അല്ലേ? 81 അല്ലടാ നമ്മുടെ റേഡിയോ. അല്ല, ഐ മീൻ അങ്ങനല്ല, ഇത് ബ്ലാക്ക് മാഫിയുടെ റേഡിയോ ആണ്. MRC വണ്ടി എടുത്ത് MRC വണ്ടി എടുത്ത് ഞാനാ.
ഹലോ ആ പറഞ്ഞോ ജസ്റ്റ് ഇപ്പൊ തന്നെ ഒരു സ്റ്റേഷനിൽ ഒരു 5 മിനിറ്റ് മുന്നേ കഴിഞ്ഞു ബ്രോ കഴിഞ്ഞു അല്ലേ ഇപ്പൊ ചെയ്തോണ്ടിരിക്കാ ബ്രോ സംസാരിച്ചു ഡിമാൻഡ് ഒന്നും ഇല്ല. അപ്പൊ ഈ നമ്മുടെ ടി വിക്കകത്ത് ഒരു ടി വിയിൽ ഒരു അപ്പാപ്പനുണ്ട്. അതാണ് അപ്പാപ്പൻ നമുക്കറിയാവുന്നത്. പുള്ളിയുടെ അടുത്ത് കുനിഞ്ഞിരിക്കാൻ പറഞ്ഞാണ് അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിപ്പിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ അവനെ നമ്മൾ ഹോസ്റ്റലായിട്ട് റിലീസ് ചെയ്യാൻ താല്പര്യമില്ല. അവനെ തല്ലിക്കൊന്നു വിട്ടേക്കാം. എന്താ വെച്ചാൽ ചെയ്തു. കരിഞ്ഞു വരും അണ്ണനൊന്ന് കറക്റ്റ് മാറാ കാതൽ അവൻ പാടുന്ന അതെ അതെ ബ്രോ അതെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞു. ഞാൻ കൊന്നോട്ടുള്ളൂ എന്റെ വീട്ടിൽ വിളിച്ചോളൂ എന്താ ആര് നല്ല പാട്ടായിരുന്നു. എന്തിനാ നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ മോനെ. നീ കുരയ്ക്കാൻ വരുന്ന പുള്ളിക്ക് ഇതാ കണ്ടാ കഴിവില്ലാതെ അടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടാ നോക്കി നിന്നെ ഞാൻ ദൂരെ നിന്ന് കുറച്ച് വിഷനിൽ കാണിച്ചു തരാം. നല്ലൊരു വ്യൂവിൽ കാണിച്ചു തരാം. ഇത് കണ്ടാ നീ കുരയ്ക്കാൻ വരുന്നവന്റെ കഴിവ് കണ്ടോ. ഇത്രേ ഉള്ളു ഇവരുടെയൊക്കെ. മനസ്സിലായോ? ഇതിനു വേണ്ടിയിട്ടാണ് നീ നിന്റെ ജീവിതത്തിൽ വിലയേറിയ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കണ്ടോ മുട്ടയിലിരിക്കുന്നു. നോക്ക്. സിനിമാറ്റിക് അല്ലേ ഇത്? നോക്ക് ഹൗ സെക്സി. അപ്പാപ്പൻ കൊല്ല വേറെ ആരും കൊല്ലല്ലേ. വ്യൂസോ രാത്രി 1:35 ഞാനിവിടെ ടർഫ് ഓപ്ഷൻ എനിക്ക് 15,000 പേരെ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നീ എന്നോട് വ്യൂസിന്റെ കണക്കൊക്കെ പറയുന്നേ. ഓ അന്നത്തെ പോലെ ഞാൻ തൊപ്പി വലിച്ചിരുന്ന സാധനം എന്റെ വായിന്ന് വരുമെന്ന് ട്രൈ ചെയ്യുവാണോ? ഓ വാവ് കണ്ട മക്കള് പോയി. ഓ ഒരു എംആർസിയുടെ വണ്ടി പോയത് അറിയാടാ. അതുണ്ട്. ഇതൊന്നും മെച്യൂരിറ്റിയുടെ അല്ലല്ലോ ബ്രോ. നമ്മുടെ കൂട്ടത്തില് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഒരു കഥ പറഞ്ഞ ഓർമ്മയില്ല. എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം. അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പൊ ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് റിയൽ ലൈഫിൽ ഓടി വരുന്ന ഒരാളുണ്ടെന്ന്. ഓർമ്മയുണ്ടോ ആ പേര്? ആ പേരിനെ എന്റെ മുമ്പിൽ വെച്ച് ഒരുത്തം പറഞ്ഞ അവനെ എങ്ങനെ കൊണ്ട് നിർത്തും. അതൊന്നും മെച്യൂരിറ്റി അല്ല. അതൊക്കെ എനിക്ക് പുള്ളിയോടുള്ള കടപ്പാടാ. മനസ്സിലായോ?